ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പച്ച ചക്ക കൊണ്ടുള്ളൊരു പക്കുവടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് ആവശ്യമായത് ഒരു സവാള, ഒരു പച്ചമുളക്, അതുപോലെ 2 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ മുറിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നേർങ്ങനെ മുറിച്ച പച്ച ചക്കയും ആവശ്യമാണ്. നന്നായി മൂത്ത ചക്കയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഒരു നേർങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുറിച്ച് വെച്ച സവാള ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയും ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത് വെച്ച ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഞെരടി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ ഞാനിത് കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അധികം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. സവാളയൊക്കെ 2 സവാള എടുക്കാം. അതുപോലെ ചക്കയാണ് ഇതിൽ കുറച്ച് അധികം എടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നന്നായി കുഴച്ചപ്പോൾ ഇത് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, എന്നിവ അതിൻ്റെ കൂടെ കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായി ഒന്ന് കുഴക്കുക. ആദ്യം നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് കുഴച്ചെടുക്കേണ്ടത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷമാണ് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കുഴക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ക്രിസ്പിയായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കിയെടുക്കാം. അത് ഏകദേശം നമുക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മൾ കുഴച്ച് കൊടുക്കേണ്ടതുള്ളൂ. ഇത് ഏകദേശം ഇതിൻ്റെ പാകം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിലേക്ക് ഒരു സ്പൂൺ പോലെ വറുത്ത അരിപ്പൊടി, നേരിയ അരിപ്പൊടി, നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനും ഒക്കെ പൊടിക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. സ്പൂൺ കൊണ്ട് കുഴക്കുമ്പോൾ ശരിക്ക് ആയി കിട്ടില്ല. അതുകൊണ്ട് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് വറുത്ത് കോരാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് സ്പൂണ് കൊണ്ടാണ് ഓരോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സിമ്മ് ആക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഓരോ ഭാഗം തിരിച്ചിട്ട് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ കഴിക്കുന്ന പക്കുവടയേക്കാൾ ടേസ്റ്റുള്ളതാണ് ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പക്കുവട. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഏകദേശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാവുന്നതാണ്.
അരിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതായി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയുമാണ്, നല്ല രുചിയുമുണ്ട്. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.